ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പെയിൻറ്റിൻ്റെ ക്യാൻ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ പെയിൻറ്റിൻ്റെ ക്യാൻ വെച്ചിട്ട് ഡ്രം പോലത്തെ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കിയായിരുന്നു, അതിലിട്ടിട്ടുണ്ട്. പിന്നെ ഞാനിത് സിമെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യണത്. മണൽ തീരെ ചെറുതായി പൊടിയായിട്ട് അരിച്ചെടുത്തിട്ട് അതുകൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇപ്പം എൻ്റെ അടുത്ത് മണലില്ലായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ വേറെ രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാട്ടോ, അല്ലെങ്കിൽ ഒത്തിരി നീളമായി പോവും വീഡിയോയ്ക്ക്. അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ വേറെ ടെക്സ്ചറൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു ഗ്ലൗസും കൂടി ഇടാട്ടോ. എനിക്ക് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് തന്നെ ചെയ്യുന്നത്. സ്കിന്നിന് അലർജിയൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യാം. മോൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കണം. എൻ്റെ ആയത് ഇതാട്ടോ, ക്രാഫ്റ്റ് നൈഫിൻ്റെ ബ്ലേഡാണ്. ഞാൻ പഴയതാവുന്നത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കലില്ല. 20 ദിവസം ആകുമ്പോൾ 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് ഉണങ്ങി കിട്ടും. എംസിയിലൊക്കെ എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ എന്നാലും ഇതും ഞാൻ ഒരു ടേബിൾ ലാമ്പ് ഉണ്ടാക്കണ വീഡിയോയിൽ അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മളിതിന് മിക്സ് ചെയ്തിട്ട് കുറച്ചെടുത്തിട്ട് ഈ മഴത്തുള്ളിയുടെ ഒക്കെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. എന്നിട്ട് ആ വേര് പോലെ നമ്മൾ ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക. ഇപ്പം ചെയ്യുമ്പോൾ തന്നെ വെക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പശയൊന്നും വെക്കേണ്ട, അതങ്ങനെ തന്നെ ഒട്ടിയിരുന്നോളും. ഇതുപോലെ 2 കൂണ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഈ വേരിന് കുറച്ചും കൂടെ നീളം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയും കുറച്ച് എംസിയിൽ വെച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ നൂഡിൽസ് പോലെ ഇങ്ങനെ നീളത്തിലാക്കി എടുക്കുക. നീളത്തിലാക്കി എടുത്തിട്ട് ഇത് വേണം നമ്മൾ ഇങ്ങനെ ചുറ്റി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വളച്ച് ഫുള്ള് വെക്കണമെങ്കിൽ വെക്കാം. ഞാൻ ഫ്രണ്ട് ഭാഗത്ത് കാണുന്നിടത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ, അല്ല എംസിയിൽ കുറേ ചിലവാകുമല്ലോ, അതുകൊണ്ട്. പിന്നെ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും പ്രസ് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, ഇല്ല കൈകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പാക്കി എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ബാക്കി വന്ന എംസിയിലും കൊണ്ട് 2 പുല്ല് പോലത്തെ 2 സാധനവും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് നമ്മളൊരു ബേസ് വെച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ കാർഡ്ബോർഡാണ് എടുത്ത് വെച്ചിട്ടുള്ളത്, ഇല്ലെങ്കിൽ മൾട്ടിവുഡ് ആണെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് സിമെൻറ്റ് പ്രൈമറാണ് അടിക്കുന്നത്. ഇത് ഫുൾ എംസിയിലേക്കൊക്കെ കയറി അടിച്ചെടുക്കാം, ഫുള്ള് ഇത് തന്നെ അടിച്ചെടുക്കാം. ഈ സിമെൻറ്റ് പ്രൈമർ ഇല്ലെങ്കിൽ നമ്മൾ ഫാബ്രിക് കളറിൻ്റെ തന്നെ വൈറ്റ് ആദ്യം ഫുള്ളൊരു കോട്ട് അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ മരത്തിൻ്റെ ഡിസൈന് ഇട്ട് കൊടുക്കാം. അത് ബ്രൗണ് കുറച്ച് യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗമൊക്കെ ഈ മരത്തിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടാവില്ല, അതുപോലെ വരാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ബ്ലാക്ക് ഇട്ടിട്ടും വരച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ വരയ്ക്കും. ഇപ്പോൾ കുറച്ച് ഡെപ്ത്ത് വേണ്ടിടത്തൊക്കെ വേരിൻ്റെയൊക്കെ ഗ്യാപ്പിലേക്ക് കുറച്ച് ബ്ലാക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അകത്ത് ബ്ലാക്ക് അടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഈ മരത്തിൻ്റെ ഈ കളർ തന്നെ വേണമെങ്കിൽ അടിക്കാൻ പറ്റും. ഇനി നമ്മൾ ലീഫ് ചെയ്യുക. ലീഫ് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടങ്ങ് ചെയ്തു പോയാൽ മതി. കളർ ചെയ്യണ സമയമായപ്പം എൻ്റെ ഹസ്ബൻഡ് പതുക്കെ വന്നു കേട്ടോ, കളർ ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching.